പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകളുമായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ക്രിഷ്. കൺമണിയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മാനസയും കൂട്ടരും. എന്തൊക്കെ സംഭവിച്ചാലും ഇനി കാര്യങ്ങൾ കൈവിട്ട് കളയരുത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൺമണിയെ കണ്ടെത്തുകയാണ് ഇപ്പോൾ വേണ്ടത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. ആൻറ്റിയമ്മയാകട്ടെ അത് വേണം മോളെ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ കൃഷിനെയും കൺമണിയെയും നമുക്ക് ഉടൻ തന്നെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടി നമുക്ക് വലിയൊരു തിരിച്ചടിയാകും നൽകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം അവരെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ശരി ആൻറ്റിയമ്മേ, ഞാൻ കൃഷിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം മിസ്സാവില്ല. പിന്നെ ആ കൺമണി, അവളെ ഞാൻ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കുകയില്ല. അതെൻ്റെ വാശി തന്നെയാണ്. അവളെ ഞാൻ തകർക്കും. ഇപ്രാവശ്യം വിജയിക്കുന്നത് ഞാൻ തന്നെ. ഇതേ സമയം കൃഷാകട്ടെ ഇപ്പോൾ പുതിയ തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൺമണിയെ കണ്ടെത്തുന്നതിനായി സുമിത്രയും കൂട്ടരും നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണിയെ ഒളിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്ന കൃഷ് ആകട്ടെ അതിനെ പറ്റിയ ഒരു സ്ഥലം ദേവ്ജിയുടെ വീടാണ് എന്ന് കണ്ടെത്തുന്നു. ദേവ്ജി ഞങ്ങളെ സഹായിക്കണം. ദേവ്ജി തൽക്കാലത്തേക്ക് കൺമണിയെ ഈ വീട്ടിൽ നടത്തണം, ദേവ്ജിയുടെ കൂടെ. അതെന്താടാ? അതെങ്ങനെ ഞാൻ ചെയ്യുക? കൺമണി ഇവിടെ നിൽക്കുന്നതിൽ ദേവ്ജിക്ക് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? കൺമണി എൻ്റെ മകളെ പോലെയാണ്. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? മതി ദേവ്ജി, അത് കേട്ടാൽ മതി. അപ്പോൾ കൺമണി ഇവിടെ നിൽക്കട്ടെ. ദേവ്ജി, കാര്യങ്ങൾ മുന്നിലേക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ. ഞാൻ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. ശരി, എന്നാൽ അങ്ങനെയാകട്ടെ. ഇതോടെ കൺമണിയോട് ഉടൻ തന്നെ ഞാൻ തിരിച്ചു വരാം. ഒരു പ്രശ്നവും ഉണ്ടാകില്ല കൺമണി. നമ്മളുടെ കാര്യത്തിൽ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ തന്നെ നടക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതോടെ കൺമണിയോട് ധൈര്യമായിരിക്കെ, ഞങ്ങളൊക്കെ ഇല്ലേ കൺമണി കൂടെ, പേടിക്കേണ്ട, കാര്യങ്ങൾ എല്ലാം ശരിയാകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ദേവ്ജി. ഇതേ സമയം കൃഷ് മടങ്ങി വരുന്നത് കാണാനിടയാകുന്ന ആൻറ്റിയമ്മ കൃഷിനോട് എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നു. സത്യങ്ങൾ വ്യക്തമാക്കാതെ കൃഷ് ഇതേ സമയം ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ കൺമണിയെ കൊടുക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാനസ നീക്കുന്നത് കൃഷിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.